എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഈ ഒരു നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ള വീഡിയോ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. എ-ലൈൻ കുർത്തി എങ്ങനെയാണ് ചെയ്യാന്നുള്ള വീഡിയോ ഇതിനോടകം നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ടാവും. നിങ്ങൾ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക കേട്ടോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നെക്ക് ഡിസൈൻ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഞാൻ ആദ്യം തന്നെ ഇവിടെ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് ഉള്ള പീസാണ്. അപ്പൊ ഫ്രണ്ടിലേക്കുള്ള ആം ഹോളൊക്കെ അടക്കം ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെന്ററിൽ ഒരു നോച്ചും കൂടി കൊടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാൻവാസ് പേപ്പർ വേണം. 12 ഇഞ്ച് ലെങ്ത്തും 9 ഇഞ്ച് വിഡ്ത്തും ഉള്ള ക്യാൻവാസ് പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനെ കറക്റ്റ് രണ്ടാക്കി മടക്കി കൊടുക്കുക. കറക്റ്റ് രണ്ടാക്കി മടക്കുക. മുകൾ വശം നമ്മളൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. എന്തെങ്കിലും ലെവൽ വേരിയേഷൻസ് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഒരു 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്തെങ്കിലും മാർക്ക് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഭംഗി ഉണ്ടാവുക കേട്ടോ. ആ ഒരു നെക്കിന് വൈഡ് ആയിട്ടിരിക്കുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക. പിന്നെ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം. ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് എക്സ്ട്രാ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് 6 ഇഞ്ചാണ് നെക്കിന് ഇറക്കം കൊടുക്കാറ്. ഞാൻ സാധാരണഗതിയിൽ 6 ഇഞ്ചാണ് നെക്കിന് ഇറക്കം കൊടുക്കാറ്. നിങ്ങൾ എത്ര ഇഞ്ചാണ് കൊടുക്കുക, അതായത് സാധാരണ നിങ്ങൾ ഫ്രണ്ടിലെ നെക്കിന് എത്രയാണ് ഇറക്കം കൊടുക്കുക എന്ന് വെച്ചാൽ ആ ഇറക്കം മാർക്ക് ചെയ്യാം. ഇതേപോലെ 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ നെക്ക് വരയ്ക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഈ 3.5 ഇഞ്ച് വിഡ്ത്തും 6 ഇഞ്ച് ലെങ്ത്തും നമ്മൾ ഇതേപോലെ ഒരു ബോക്സ് ആയിട്ട് വരയ്ക്കുന്നുണ്ട്. 6 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മളൊരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്കാണ് മാർക്ക് ചെയ്യുന്നത്. 1/4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് ഒരു സൈഡിലേക്ക് 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ നിവർത്തി വരുമ്പോൾ 1.5 ഇഞ്ചാണ് ഉണ്ടാവുക കേട്ടോ. 1.5 ഇഞ്ച് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതേപോലെ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴെ വരെ, ബാക്കി വരുന്ന താഴെ വരെ ഇതേപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, നെക്കിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം ഇവിടെയാണ് വരുന്നത്. അതായത് നമ്മൾ ഈ 1/4 ഇഞ്ച് വരച്ചിട്ടുള്ള ഭാഗവും നമ്മൾ നേരെ മുകളിൽ 3.5 ഇഞ്ച് വരച്ചിട്ടുള്ള ഈ പോയിന്റും കൂടി ഞാൻ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ സ്കെയിൽസ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ടെൻഷനൊന്നും വേണ്ട. ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു ഡിസൈൻ ഇതേപോലെ നിങ്ങൾ കൈ വെച്ച് വരച്ചാലും മതി. സെന്റർ പോയിന്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ ഇതേപോലെ ഒരു 1/2 ഇഞ്ചില് ക്യാൻവാസ് പേപ്പർ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് നിങ്ങൾക്ക് താഴെയും വെക്കണമെങ്കിൽ വെക്കാം. കാരണം നമ്മൾ കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് 2 പീസായിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ഇതേപോലെ 1/2 ഇഞ്ച് കൊടുത്ത പോലെ തന്നെ താഴെയും കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അപ്പൊ ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ മുകളിൽ മാത്രം ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഔട്ടർ ലൈൻ ആദ്യം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. സെയിം ഇതേപോലെ തന്നെ 1 ഇഞ്ചിന് നമ്മൾ എക്സ്ട്രാ ഇതേപോലെ ഒരു ഔട്ടർ ലൈൻ വരച്ചിട്ടുണ്ട്. ആ ഔട്ടർ ലൈൻ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കറക്റ്റ് അളവ് പ്രകാരം നമ്മൾ വരച്ചു വെച്ചിട്ടുള്ള അളവ് പ്രകാരം അതുപോലെ നമ്മൾ കട്ട് ചെയ്യാണ്. മുകൾ വശത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ലൈന് കഴിഞ്ഞിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. താഴെയും അതുപോലെ തന്നെ 1/2 ഇഞ്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ 1/2 ഇഞ്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് മുകളിൽ നമുക്ക് ഇതേപോലെ സെന്ററിൽ ഒരു കട്ടും കൂടി കൊടുക്കണം. കട്ട് ചെയ്ത് നിവർത്തുന്ന സമയത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും താഴ്വശം ഇതുപോലെ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയും ഞാൻ പറഞ്ഞ പോലെ മുകളിൽ നമ്മൾ 1/2 ഇഞ്ച് കൊടുത്തില്ലേ, അതുപോലെ താഴെ ഒരു 1/2 ഇഞ്ചിൽ ക്യാൻവാസ് പേപ്പർ കൊടുത്താൽ മതി കേട്ടോ. ഇനി നേരത്തെ നമ്മൾ കട്ട് ചെയ്ത സെന്ററിലുള്ള പീസ് അത് കളയരുത്, അത് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ 1/4 ഇഞ്ചിൽ മാർക്ക് ചെയ്തില്ലേ, ആ ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം. ഇതുപോലെയാണ് ഉണ്ടാവുക. അത് നമുക്ക് ഇനി ഏത് ക്ലോത്തിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിൽ ഇതേപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പൊ സെന്ററിൽ ഞാൻ കൊടുക്കുന്ന ക്ലോത്ത് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ കളറാണ്. അപ്പൊ അതേപോലെ തന്നെ ഒരു പീസും കൂടി നമുക്ക് എക്സ്ട്രാ വേണം. അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കിൽ ഇതേപോലെ നമ്മുടെ നെക്കിന്റെ ഷേപ്പും അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് അയൺ ചെയ്തെടുത്തിട്ടുള്ള പീസ് ഇതേപോലെ മുകൾ വശത്ത് വേണ്ട, ബാക്കി 3 സൈഡിലും ഇതേപോലെ 1/2 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് വേണം നമ്മൾ എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ 1/2 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്ത് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഉള്ളോട്ടേക്ക് മടക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇനി സെന്ററിലുള്ള പീസ് ഞാൻ ഇതേപോലെ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ കളറിലുള്ള ക്ലോത്തിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പീസ് നമുക്ക് എക്സ്ട്രാ വേണം കേട്ടോ. എന്നിട്ട് മുകളിൽ നമ്മൾ ഇതേപോലെ ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ച ആ ഭാഗം കറക്റ്റ് ടോപ്പിൽ നമ്മൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി 2 സൈഡും ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് വെച്ചിട്ട് ഇതേപോലെ വരയ്ക്കുക കേട്ടോ. കാരണം നമ്മൾ കറക്റ്റ് അളവിലാണ് ക്യാൻവാസ് പേപ്പർ ഇരിക്കുന്നത്. അതേ അളവിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് ഈ പീസ് നമ്മുടെ നല്ല ക്ലോത്തുമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് 2 സൈഡിലും ഇതേപോലെ കുറച്ച് എക്സ്ട്രാ വെക്കുക. അതായത് 1/2 ഇഞ്ച് സീം അലവൻസ് വെക്കാൻ വേണ്ടി പറയുന്നത്. അതുപോലെ തന്നെ താഴെയും കുറച്ച് എക്സ്ട്രാ നമ്മൾ ഇതേപോലെ കൊടുക്കണം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് വേണ്ടത്. ടോപ്പിൽ അതായത് മുകൾ വശം കറക്റ്റ് നമ്മുടെ ക്യാൻവാസ് പേപ്പറിന്റെ ഷേപ്പ്, അതായത് ആ ഒരു ലെങ്ത്തിനനുസരിച്ച് തന്നെയാണ് വേണ്ടത് കേട്ടോ. നമ്മൾ വരച്ചതുപോലെ തന്നെയാണ്. എന്നിട്ട് നമ്മളിപ്പോൾ ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടുള്ള പീസിന്റെ നല്ല വശം
നമ്മൾ എക്സ്ട്രാ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള പീസിന് നല്ല വശം രണ്ടും നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വെക്കാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കണം. കാരണം നമുക്ക് നല്ല വശം ഉള്ളിലാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ നമുക്കത് പുറത്തേക്ക് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കണം. അപ്പൊ ഞാൻ ആ ഗ്യാപ്പ് സൈഡിലായിട്ടാണ് കൊടുക്കുന്നത്. കാരണം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൈഡിൽ കൊടുക്കുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് താഴ്വശത്ത് ആ ഗ്യാപ്പ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കുക. അപ്പൊ ഇതേപോലെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ബാക്കി വശങ്ങളൊക്കെ ഞാൻ ഇതേപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതുപോലെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഒരു 1/4 ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. ഈ 1/4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. നമ്മുടെ പീസ് മറിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ മറിച്ചിട്ടെടുക്കുക. എഡ്ജസ് ഒക്കെ ഇതേപോലെ എന്തെങ്കിലും പോയിന്റഡ് ആയിട്ടുള്ള സാധനം വെച്ചിട്ട് കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. എന്നിട്ട് നമ്മൾ ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം കൂടി ഒന്ന് ക്ലോസ് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു പീസ് മൊത്തമായിട്ട് നിങ്ങൾക്ക് ഒരു റാൻഡം ആയിട്ട് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷെ ഞാൻ കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ മുകളിൽ ആ ഒരു സ്റ്റിച്ച് കാണണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞാൻ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുന്നില്ല. ഞാൻ നല്ല രീതിയിൽ ഇതൊന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. 4 ഭാഗവും ഒന്ന് മൊത്തമായിട്ട് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. നമ്മുടെ മെയിൻ ക്ലോത്ത്, അതായത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ക്ലോത്ത്, അതിന്റെ സെന്ററിൽ നമ്മൾ ക്യാൻവാസ് പേപ്പറിൽ അയൺ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നെക്കിന്റെ ഷേപ്പ് അതും വെക്കാം. കറക്റ്റ് സെന്റർ ടു സെന്റർ വെക്കുക. നല്ല പീസിൽ, അതായത് ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിലാണ് നമ്മൾ ക്യാൻവാസ് പേപ്പർ വെച്ചിരിക്കുന്ന പീസ് വെക്കുന്നത്. എന്നിട്ട് കറക്റ്റ് സെന്റർ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു നെക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കറക്റ്റ് സെന്ററിലാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നന്നായിട്ട് പിൻ കുത്തി കൊടുക്കുക. ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുക. താഴത്ത് നമ്മൾ ക്യാൻവാസ് പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സ്റ്റിച്ച് വരേണ്ടതെന്ന്. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അതിന്റെ കുറച്ച് മുകളിലായിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു ലൈൻ കൂടി വരച്ചിട്ടുണ്ട്. അപ്പൊ ആ ലൈനിൽ ഇങ്ങനെ വന്നിട്ട് കണ്ടിന്യൂഷൻ ആയിട്ട് സ്റ്റിച്ച് പോകുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങൾ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സെന്ററിൽ എത്തുന്ന സമയത്ത് നമ്മൾ സൂചി അവിടെ ഇറക്കി നിർത്തുക. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പോസിറ്റ് സൈഡും സെയിം ആ ക്യാൻവാസ് പേപ്പറിൽ ഇരിക്കുന്ന ഷേപ്പ് എങ്ങനെയാണോ അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൽ കൊള്ളാതെ 1/4 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യാം. ഇതേപോലെ നമ്മൾ 1/4 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സെന്ററിലുള്ള ഈ ക്ലോത്തിൽ നമ്മൾ 2 സൈഡിലേക്കും ഇതേപോലെ കട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം ചെറിയ ചെറിയ കട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ എക്സ്ട്രാ വിട്ടിട്ടുള്ള ഈ 1/4 ഇഞ്ചിലുള്ള ക്ലോത്തും നമ്മുടെ ക്യാൻവാസ് പേപ്പറും ഒരു ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം കൂടി സെയിം ഇതേപോലെ തന്നെ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊക്കെ റെഫറൻസ് വീഡിയോ ആണ്. അപ്പൊ ഇതുപോലുള്ള ഫോട്ടോസ് നമുക്ക് അയച്ചു തന്നിട്ട് ഇതേപോലെയുള്ള വീഡിയോസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നെക്ക് ഡിസൈൻ മാത്രം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യാന്ന് അറിയാത്ത വീഡിയോസ് ഉണ്ട്, ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് എങ്ങനെയാണ് ചെയ്യാന്ന് അറിയാത്തതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ മെയിലായിട്ടോ നമുക്ക് അയച്ചു തരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി ക്യാൻവാസ് പേപ്പർ നമ്മുടെ നല്ല വശത്തിന്റെ അടിഭാഗത്തേക്ക് മറിച്ചു വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിച്ചിന് ബലം ഉണ്ടാവാൻ വേണ്ടിയിട്ടും കാണുമ്പോൾ നല്ല പെർഫെക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് ഇവിടെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടി. അതായത് കുറച്ച് വൈഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ അതിന്റെ സെന്ററിലാണ് നമ്മൾ എക്സ്ട്രാ പീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇതേപോലെ നിങ്ങൾ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ട് എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ക്രോസ് പീസ് ആണ് വേണ്ടത്. ക്രോസ് പീസ് തന്നെ എടുക്കണം കേട്ടോ. കാരണം നമ്മുടെ നെക്കിന്റെ ഷേപ്പ് വേറെ തന്നെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതേ ഷേപ്പിൽ നമുക്ക് പൈപ്പിംഗ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് പീസ് തന്നെ എടുക്കണം. അപ്പൊ ഇതേപോലെ ഞാൻ 1.5 ഇഞ്ച് വിടുത്തുള്ള ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ പൈപ്പിംഗ് ത്രെഡ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതാണ് കുറച്ചും കൂടി നല്ലതും പ്രൊഫഷണൽ. ഇനിയിപ്പോൾ അഥവാ പൈപ്പിംഗ് ത്രെഡ് ഇല്ലാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമ്മൾ കാണിക്കാം. കറക്റ്റ് ഇതേപോലെ തന്നെ 2 ആക്കി മടക്കുക. പൈപ്പിംഗ് ത്രെഡ് ഇടുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. ഉള്ളിൽ ത്രെഡ് ഉണ്ടാവും, ഇതിൽ ത്രെഡ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ കറക്റ്റ് ഇതേപോലെ 2 ആക്കി മടക്കി കൊടുക്കുക. നല്ല ഭാഗം തന്നെയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വിട്ടിട്ട്, നമുക്ക് എത്രയാണോ പൈപ്പിംഗ് വേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ കുറച്ച് വിട്ടിട്ട് ഇതേപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തുടക്കം മുതൽക്ക് അവസാനം വരെ സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ ഇതുപോലെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പീസ് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള പീസിന്റെ താഴ്വശത്തായിട്ട് വെച്ചു കൊടുക്കുക. നിങ്ങൾ പൈപ്പിംഗ് ത്രെഡ് ഇട്ടാലും സെയിം ഇതുപോലെ തന്നെയാണ് താഴ്ഭാഗത്തായിട്ട് വെച്ചു കൊടുക്കുക.
എന്നിട്ട് എൻഡിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റിച്ചും കൂടി, അതായത് നമ്മുടെ ഈ ഒരു നെക്കിന്റെ ഷേപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പ് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഒരു എൻഡിൽ നിന്ന് തുടങ്ങിയിട്ട് അടുത്ത എൻഡിൽ എത്തുന്ന സമയത്താണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പൈപ്പിംഗ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഭാഗത്ത് മാത്രം ആദ്യം പൈപ്പിംഗ് കൊടുത്തെടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ എന്ത് ചെയ്യുക, പൈപ്പിംഗ് കൊടുത്തെടുക്കുക. സെന്ററിൽ നമ്മൾ പൈപ്പിംഗ് കൊടുക്കണ്ട കേട്ടോ, രണ്ട് സൈഡിൽ മാത്രമായിട്ട് നമ്മൾ ഇതേപോലെ പൈപ്പിംഗ് കൊടുത്തെടുത്താൽ മതി. അപ്പൊ സെയിം ഇതേപോലെ തന്നെ നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മൾ രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ള എന്താന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ 6 ഇഞ്ചാണ് നെക്കിന് ഇറക്കം കൊടുക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചത്, അതായത് ഫ്രണ്ടിലെ നെക്കിന് ഇറക്കം 6 ഇഞ്ചാണ്. അപ്പൊ ആ 6 ഇഞ്ച് ഇതേപോലെ രണ്ട് സൈഡിലും മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സെന്റർ പീസ് എടുക്കുക. ആ സെന്റർ പീസിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, രണ്ട് സൈഡിലേക്കായിട്ട് ഹാഫ് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ബാക്കി കറക്റ്റ് സെന്ററിൽ നമ്മുടെ ക്യാൻവാസ് പേപ്പർ ഇരിക്കുന്നുണ്ട്. അപ്പൊ ക്യാൻവാസ് പേപ്പർ ഉള്ള ഭാഗം നല്ല കട്ടി ഉണ്ടാവും, ഓപ്പോസിറ്റ് ഭാഗത്ത് കട്ടി ഉണ്ടാവില്ല, അതായത് ക്യാൻവാസ് പേപ്പർ ഇല്ലാത്ത ഭാഗത്ത് കട്ടി ഉണ്ടാവില്ല. അപ്പൊ ആ ക്യാൻവാസ് പേപ്പർ ഇല്ലാത്ത ഭാഗം വേണം നമ്മുടെ ഈ രണ്ട് പീസിന്റെ അടിവശത്തായിട്ട് നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല രീതിയിൽ പിൻകുത്തി കൊടുക്കുക. പിൻകുത്തി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ആ 6 ഇഞ്ച് കറക്റ്റ് ആ 6 ഇഞ്ചിൽ തന്നെ വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇതേപോലെ വെച്ചിട്ട് പിൻകുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതേപോലെ 3 ഭാഗത്ത് നമ്മൾ പിൻകുത്തി കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പൈപ്പിംഗ് ചെയ്ത സമയത്ത് നമ്മൾ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം ആ സ്റ്റിച്ചിന്റെ മുകളിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി ഈ ഒരു ഷേപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. പൈപ്പിംഗ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സെയിം സ്റ്റിച്ചിന്റെ മുകളിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റിച്ചസ് ഇങ്ങനെ വരും, അപ്പൊ അതൊരു അഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ കഴിയുന്നത് നമ്മൾ പൈപ്പിംഗ് കൊടുത്ത സമയത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ സ്റ്റിച്ചിന്റെ മുകളിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. മുകൾ വശം നിങ്ങൾക്ക് ഇതിനോടൊപ്പം മുകൾ വശവും കൂടി നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ മുകൾ വശത്ത് ആ ഒരു സ്റ്റിച്ച് ഇല്ലാത്തതാണ് കാണാൻ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത് സ്ട്രെയിറ്റ് കുർത്തിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് കുർത്തിയിൽ ചെയ്യാം. ഇനി എ ലൈൻ കുർത്തിയിലാണെങ്കിൽ എ ലൈൻ കുർത്തിയിൽ ചെയ്യാം. ഇനി അതല്ല യോക്കും പ്ലീറ്റഡ് ആയിട്ട് വരുന്ന ഡ്രസ്സിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.